അപ്പോൾ അമിതവണ്ണം വരുന്നു, ഡയബറ്റീസ് വരുന്നു. പക്ഷേ ഈ രണ്ട് രോഗങ്ങൾക്കൊപ്പം ഭീമമായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന മറ്റൊരു രോഗമാണ് ക്യാൻസർ, അർബുദം. അപ്പോൾ അത് പ്രമേഹവും അമിതവണ്ണവും ഉണ്ട് എങ്കിൽ അർബുദത്തിനുള്ള സാധ്യത 2-3 മടങ്ങ് കൂടുതലാണ്. അപ്പോൾ പ്രമേഹ രോഗികൾക്ക് സാധാരണ അധികമായിട്ട് കണ്ടുവരുന്ന ക്യാൻസേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് ലിവറിലെ ക്യാൻസർ, പിന്നെ പാൻക്രിയാസിലെ ക്യാൻസർ, സ്ത്രീകൾക്ക് യൂട്രസ്, ബ്രസ്റ്റ്, പിന്നെ യൂറിനറി ബ്ലാഡർ ക്യാൻസർ. അങ്ങനെ ഏകദേശം 1 ഡസനോളം ക്യാൻസേഴ്സ് കൂടുതലാണ്. ഏകദേശം എനിക്കൊന്നൊരു 10 വർഷങ്ങൾക്ക് മുമ്പുള്ള റിപ്പോർട്ടിലാണ് വേണമെന്ന് തോന്നുന്നെങ്കിൽ, അതായത് ക്യാൻസർ സ്ക്രീനിങ് കൂടെ നടത്തുക എന്ന് ഡയബറ്റീസ് കെയറിൽ അമേരിക്കൻ ഡയബറ്റീസ് അസോസിയേഷൻ്റെ റെക്കമെൻഡേഷൻ ഉണ്ട്. പക്ഷേ അത് സാധാരണഗതിയിൽ ആ റെക്കമെൻഡേഷൻ നിലവിലില്ല. കാരണം അത് ചിലവ് കൂടുതലാണ്. നമ്മൾ ക്യാൻസർ മാർക്കേഴ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ അത് ചിലപ്പോൾ ക്യാൻസർ ഇല്ലെങ്കിലും കൂടുതലായിരിക്കും. ക്യാൻസർ ഉണ്ടെങ്കിൽ ഈ മാർക്കേഴ്സ് എപ്പോഴും കൂടണമെന്നുമില്ല. അപ്പോൾ നമ്മളിവിടെ സാധാരണ ക്യാൻസർ മാർക്കേഴ്സ് നോക്കുന്നൊരു ഹോസ്പിറ്റലാണ്. അപ്പോൾ ഡോക്ടർ അരുൺ ശങ്കർ അനുഭവത്തിൽ ക്യാൻസർ മാർക്കേഴ്സ് ക്യാൻസർ രോഗലക്ഷണങ്ങൾ വരുന്നതിന് മുൻപ് കണ്ടെത്തുന്നതിന് ഈ പ്രമേഹ രോഗികൾക്ക് എത്രത്തോളം സഹായമായിട്ട് മാറുന്നുണ്ട്? നമ്മുടെ ഒരു 10-20 വർഷത്തെ അനുഭവമില്ലേ? അതെ, പ്രമേഹ ചികിത്സ തുടരുമ്പോഴത്തേക്കും നമ്മൾ ഒട്ടനവധി പരിശോധനകൾ ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെയാണ് ഈ പറയുന്ന ചില ക്യാൻസർ മാർക്കറുകൾ നമ്മൾ നോക്കി തുടങ്ങിയതെന്ന് പറയുന്നത്. അതല്ല പൊതുവെയുള്ള റെക്കമെൻഡേഷനിലുള്ള മാർക്കേഴ്സ് നമ്മൾ നോക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ അതിൽ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വ്യത്യസ്തമായ രീതിയിലും വരുന്ന ചില മാർക്കേഴ്സും ഉണ്ട്. അപ്പോൾ അതിൽ രോഗലക്ഷണങ്ങൾ വരുന്നതിന് എത്രയോ മുൻപ് തന്നെ അബ്നോർമലായിട്ട് ഇത്തരം മാർക്കേഴ്സ് എലിവേറ്റഡ് ആയിട്ട് വളരെ നേരത്തെ രോഗം നിർണ്ണയിക്കപ്പെടുകയും വിജയകരമായ രീതിയിൽ ചികിത്സ കൊണ്ടുപോകാൻ കഴിയുകയും അത് പൂർണ്ണമായി ചികിത്സിച്ച് ഭേദമായി എന്നൊരവസ്ഥയിൽ എത്തിപ്പെട്ട ആൾക്കാരെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ രോഗലക്ഷണങ്ങൾ എത്തുന്നതിന് മുൻപേ തിരിച്ചറിയുക എന്ന് പറയുന്നത് ക്യാൻസറിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ വലിയൊരു കാര്യമാണ്. പ്രത്യേകിച്ചും ഇപ്പം പുരുഷന്മാരിലെ പ്രോസ്റ്റേറ്റ് ക്യാൻസറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത് സാറിനും തന്നെ ചിലപ്പോൾ അറിയായിരിക്കും. നമ്മളുടെ രോഗികളിൽ എത്രയോ പേർക്ക് അത് മുൻകൂട്ടി കണ്ടുപിടിക്കാൻ കഴിഞ്ഞു. വളരെ നല്ല രീതിയിൽ ചികിത്സ ഉണ്ടായി. അതുപോലെ കോളൻ ക്യാൻസർ, റെക്ടൽ ക്യാൻസർ ഒരുപാട് പേര് 10 വർഷങ്ങൾക്ക് ശേഷം ജീവിച്ചിരിക്കുന്നു. ലിവർ, ഇവിടെയും എനിക്കൊന്ന് ഒരു മെസ്സേജ് ഉള്ളത്, നമുക്ക് പ്രമേഹം നന്നായിട്ട് ചികിത്സിക്കണം, അമിതവണ്ണം തിരിച്ചറിയണം. അതായത് അല്പമെങ്കിലും കുടവേറുണ്ടെങ്കിൽ നമുക്ക് ആ കുടവേർ കുറയ്ക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ കൂടിയും ദിവസവും വ്യായാമം ചെയ്യണം. അപ്പോൾ പ്രമേഹ രോഗ ചികിത്സയിൽ കഴിഞ്ഞ 1 വർഷത്തിനിടെ ഉണ്ടായിട്ടുള്ള വലിയൊരു ചേഞ്ച് എന്ന് പറയുന്നത് ആ ചികിത്സാ മാനദണ്ഡങ്ങളിൽ ഈ എക്സസൈസിനോടൊപ്പം അതിൻ്റെ മാനദണ്ഡങ്ങളും അതുപോലെ ഉറക്കത്തിനെ കുറിച്ചുള്ള കുറേ മാനദണ്ഡങ്ങളും ഇപ്പോഴത്തെ ഏറ്റവും പുതിയ 2022 ഗൈഡ് ലൈൻ വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ഇനി സംസാരിക്കാം അല്ലേ? അപ്പോൾ ഈ വ്യായാമത്തിനെ കുറിച്ചുള്ള ഗൈഡ് ലൈൻസ് എന്തൊക്കെയാണ്? വ്യായാമം ഇന്നിപ്പോൾ ഈ ഒരു എല്ലാവരും ഇരുന്ന് ജോലി ചെയ്യുക എന്ന് പറയുന്ന ഒരവസ്ഥയിൽ തുടരുന്ന കാര്യമാണ്. അത് ഡോക്ടർമാരായാലും അല്ലെങ്കിൽ മറ്റ് സോഫ്റ്റ്വെയർ ഫീൽഡിലുള്ളതോ അല്ലെങ്കിൽ മാർക്കറ്റിങ്ങിലോ എവിടെയായാലും ആ ഇരിക്കുന്ന ഒരു അവസ്ഥയിൽ തന്നെ നമുക്ക് ആ വ്യായാമത്തിൻ്റെ അഡ്വൈസിൽ വരുന്നതെന്ന് പറയുന്നത് ഒരു അരമണിക്കൂറിനിടയിലെങ്കിലും ഒന്ന് എണീറ്റ് ഒരു നടത്തം കഴിഞ്ഞ് വന്നിരിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നത്. അതെ, ഒരു അരമണിക്കൂറിൽ ഒരിക്കലെങ്കിലും ഇതുപോലെ ഇരിക്കുക. നമുക്ക് എഴുന്നേക്കാൻ സമയമായോ ഇപ്പോൾ? അപ്പോൾ നമ്മളെല്ലാവരും സ്മാർട്ട് വാച്ചാണ് ധരിച്ചിരിക്കുന്നത്. അപ്പോൾ സ്മാർട്ട് വാച്ചിൻ്റെ ഗുണമെന്ന് പറയുന്നത് ഇതിൽ 1 മണിക്കൂർ ആകുമ്പോഴത്തേക്ക് നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ് അല്ലേ, ടൈം ടു സ്റ്റാൻഡ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ അങ്ങനെ എഴുന്നേൽക്കുന്ന സമയത്ത് നമുക്ക് അല്പദൂരം നടക്കാം, വേണമെങ്കിൽ ഒന്ന് പടി കയറിയിട്ട് ഇറങ്ങാം, അല്ലെങ്കിൽ നമുക്ക് ചെറിയ വെയിറ്റുകൾ അല്ല ഒരു 4-5 കിലോ വെയിറ്റ് ഒന്ന് താങ്ങാം. അപ്പോൾ അങ്ങനെ നമുക്ക് പലവിധ വ്യായാമങ്ങൾ എയറോബിക്കോ അൺഎയറോബിക്കോ ആ സമയത്ത് ചെയ്യാം. പിന്നെ നമുക്ക് 150 മിനിറ്റ്സ് ഓഫ് ആക്ടിവിറ്റിയാണ് ഒരാഴ്ച പറയുന്നത് അല്ലേ. അപ്പോൾ അത് 7 ദിവസം ഉള്ളതിൽ കഴിയുന്നത് 5 ദിവസവും വ്യായാമം ചെയ്യും. പക്ഷേ 50 വയസ്സ് കഴിഞ്ഞാൽ എല്ലാ ദിവസവും അരമണിക്കൂറെങ്കിലും വ്യായാമം ചെയ്യണം. അതിൽ എയറോബിക് ആക്ടിവിറ്റി, അതായത് ഈ നടത്ത ഒരു വ്യായാമമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാസ്തവത്തിൽ സ്പീഡിൽ നടക്കുന്നത് കൊണ്ട് മാത്രമേ ഗുണമുള്ളൂ. നമുക്ക് ഹാർട്ട് റേറ്റ് വർദ്ധിക്കണം. അത് വിയർക്കുകയല്ല. വിയർക്കുക എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് വ്യായാമത്തിനോടൊപ്പം വിയർക്കാതിരിക്കാം. പക്ഷേ ഈ ഓരോ പ്രായക്കാർക്കും അവർക്ക് അനുസൃതമായൊരു ഹാർട്ട് റേറ്റ് ഉണ്ട്. അവിടെയും നമുക്ക് സ്മാർട്ട് വാച്ചിന് ചിലപ്പോൾ ആശ്രയിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഒരു മോഡറേറ്റ് ഫിസിക്കൽ ആക്ടിവിറ്റിയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. വിഗറസ് ഫിസിക്കൽ ആക്ടിവിറ്റി ആണ് എങ്കിൽ ഹാർട്ട് റേറ്റ് കുറച്ചുകൂടെ വർദ്ധിക്കണം. അത് ബേസ് ലൈനിൽ നിന്ന് 80%, 90% ഒക്കെ വർദ്ധിക്കണം. അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ 75 മിനിറ്റ് മതിയാകും. പക്ഷേ ആഴ്ചയിൽ 2-3 പ്രാവശ്യമെങ്കിൽ ഇത് കൂടാതെ നമുക്ക് എന്ത് വേണം? ഒരു
മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസസ് കൂടെ വേണം, അൺഎയറോബിക് ആക്ടിവിറ്റിയും കൂടെ വേണം. അതെല്ലാം ഈ പുതിയ ഗൈഡ് ലൈൻ ആഡ് ചെയ്തിരിക്കുകയാണ്. അതായത് എയറോബിക് ഫിസിക്കൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടി. പക്ഷേ പ്രമേഹ രോഗികൾക്ക് പ്രായം കൂടുന്തോറും മാംസപേശികൾക്ക് കൂടി ഒരു രോഗം വന്നുകൊണ്ടിരിക്കും. അത് പ്രായമുള്ള ആൾക്കാർക്ക് അല്ലാതെയും വരുന്നതാണ്. അതായത് സാർക്കോപ്പീനിയ. നമ്മുടെ പ്രായം കൂടുന്നതനുസരിച്ച് നമ്മുടെ മാംസപേശികളുടെ വലിപ്പം കുറഞ്ഞു വരും. അത് ഇൻസുലിൻ്റെ പ്രവർത്തനക്ഷമത കുറയ്ക്കുകയും രക്തത്തിലെ പഞ്ചസാര കൂടുകയും ചെയ്യും. മറ്റ് പല രോഗങ്ങൾക്കും കാരണമാകും. അപ്പോൾ അതിനെ നമുക്ക് അതിജീവിക്കാനായിട്ടാണ് ഈ മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസസ് കൂടി ചെയ്യാൻ പറയുന്നത്. എനിക്കൊന്ന് ഉറക്കവും ഇപ്പോൾ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നായി മാറിയല്ലേ. ഉറക്കത്തിന് മിനിമം എത്ര മണിക്കൂർ ഉറങ്ങണം പ്രമേഹ രോഗികൾ? ഈ വീണ്ടും ഈ ഗാഡ്ജറ്റ്സിന്റെ ഉപയോഗങ്ങൾ കൂടുന്ന സമയത്ത് നമുക്കത് വ്യക്തമായി ഉറക്കത്തെ പറ്റി പഠിക്കാൻ കഴിയുന്നു എന്നുള്ളൊരു ആശ്വാസത്തിലല്ലേ. നമ്മൾ സാധാരണ രോഗിയെടുത്ത് ചോദിക്കുക, സാർ എത്ര മണിക്കൂർ ഉറങ്ങാറുണ്ട്? അപ്പോൾ പറയും ഞാനൊരു 10 മണിക്കൂർ ഉറങ്ങും. അപ്പം 10 മണിക്കൂർ ഉറങ്ങാൻ പറ്റും? രാത്രി ഉണരാറുണ്ട്. 3-4 പ്രാവശ്യം മൂത്രമൊഴിക്കാനായിട്ട് 3-4 പ്രാവശ്യം. അപ്പോൾ സ്ലീപ്പ് ഡിസ്റ്റർബ്ഡ് ആണ്. അപ്പോൾ നമുക്ക് ഉറക്കം ദൈർഘ്യം എത്രയാണ്, ആ ഉറക്കത്തിൽ എത്ര സമയം ഉണർന്നു കിടന്നു, എത്ര സമയം ലൈറ്റ് സ്ലീപ്പായിരുന്നു, എത്ര സമയം ഡീപ്പ് സ്ലീപ്പായിരുന്നു, ഇതൊക്കെ വ്യക്തമായിട്ട് അറിയാനായിട്ട് നമുക്കിപ്പോൾ ഈ വെയറബിൾ ഡിവൈസസ് എന്ന് പറയുന്ന സ്മാർട്ട് വാച്ചിലൂടെ സാധിക്കുന്നുണ്ട്. അപ്പോൾ സ്മാർട്ട് വാച്ച് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കുറഞ്ഞത് എനിക്കൊന്ന് ഡോക്ടർ ഹരിശങ്കറിന് അതിനെക്കുറിച്ച് അഗാധമായിട്ട് അറിയാം. എത്ര സമയമാണ് ഉറങ്ങുന്നത്? അതെ 6 മുതൽ 8 മണിക്കൂർ. അപ്പോൾ 6 മണിക്കൂറിൽ കുറവാണ് എങ്കിലും 8 മണിക്കൂറിൽ കൂടുതലാണെങ്കിലും ദോഷമാണ്. അപ്പോൾ അവിടെയാണ് അതിൻ്റെ ഒരു പോയിന്റ് വരുന്നത് അല്ലേ. അപ്പോൾ ഒരു ശരാശരി 7 മണിക്കൂർ ഉറക്കമാണ് ഓക്കെ. അപ്പോൾ 6 മണിക്കൂറിൽ കുറവാണെങ്കിൽ അത് അപകടമാണ്. അഥവാ വൈകി കിടക്കുന്ന ആൾക്കാരാണ് എങ്കിൽ ചിലപ്പോൾ ഉറക്കത്തിൻ്റെ ദൈർഘ്യം കുറഞ്ഞു പോകും. അങ്ങനെയാണെങ്കിൽ അത് പകൽ എപ്പോഴെങ്കിലും ഉറങ്ങിയിട്ട് ഈ സമയം എന്ന് പറയുന്നത് ഒരു ശരാശരി 7 മണിക്കൂറെങ്കിലും ഒന്ന് ആക്കിയെടുക്കാൻ ശ്രമിക്കണം. കാരണം ഉറക്കം കുറവാണ് എങ്കിൽ അത് പ്രമേഹ നിയന്ത്രണത്തെ ബാധിക്കും. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ക്യാൻസർ പോലെയുള്ള ഗുരുതര രോഗങ്ങളുടെ സാധ്യതയും ഒരുപാട് വർദ്ധിപ്പിക്കും അല്ലേ.